ഹലോ ഗൈസ്, നമസ്കാരം. കോട്ടയത്തെ ഏറ്റുമാനൂരിൽ രണ്ട് പെൺകുട്ടികൾക്കൊപ്പം ട്രെയിനിൻ്റെ മുൻപിൽ കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് ചേതനയേറ്റ് ചിതറിത്തെറിച്ച ശരീരങ്ങൾ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നീട് പള്ളിയിൽ നടക്കുന്ന തർക്കങ്ങൾ, നാട്ടുകാരുടെ പ്രതിഷേധം, ഇതിനെല്ലാത്തിൻ്റെ കാരണം എന്താണ്? ഞാൻ തുടക്കത്തിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു വിഷയം പറഞ്ഞിട്ട് ഞാനിപ്പം ഈ പറയുന്ന ഏറ്റുമാനൂർ ഭാഗത്തുള്ള എൻ്റെ സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ കോട്ടയത്തുള്ള പല ഭാഗത്തുള്ള എൻ്റെ സുഹൃത്തുക്കളെയും ഞാൻ വിളിച്ച് സംസാരിച്ചു, ഇതെന്താ സംഭവം. അത് ശരിക്കും പറഞ്ഞാൽ ചില കാര്യങ്ങളെങ്കിലും ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ കൂടെ ഞാൻ പറയാം. അതിനു മുൻപ് എൻ്റെ ഈ വീഡിയോ കാണുന്ന കോട്ടയം ഭാഗത്തുള്ള ആൾക്കാരാണ്. നിങ്ങൾ ആരെയും ഞാൻ മനഃപൂർവ്വമായിട്ട് മോശപ്പെടുത്താൻ ഒരു ഉദ്ദേശവുമില്ല. പക്ഷേ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ നാട്ടിൽ ഇത് കേൾക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ പറയുക, നിങ്ങളുടെ നാട്ടിൽ അഥവാ ഈ കോട്ടയം ഭാഗത്ത് പുരുഷന്മാർക്ക് അഥവാ ജനിക്കുന്ന ആൺകുട്ടികൾക്ക് വളരെ പ്രത്യേക പരിഗണന കൊടുക്കുകയും പെൺകുട്ടികളെ നഴ്സിംഗോ മറ്റുള്ള ജോലിയോ എന്തെങ്കിലും കാര്യത്തിന് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലോ അയച്ചിട്ട് പണം സമ്പാദിപ്പിക്കുന്ന ഒരു മെഷീനാക്കി മാത്രം മാറ്റുകയും യാതൊരു തരത്തിലും സ്ത്രീകൾക്ക് യാതൊരു വില നൽകാതെ പുരുഷന് മാത്രം അഥവാ ആൺകുട്ടികൾ വളർന്നു വരുന്ന ആ വീട്ടിൽ ആണിന് മാത്രം ഒരു വില തരുന്ന ഒരു സിസ്റ്റം ആ നാട്ടിലുണ്ടോ? എൻ്റെ അടുത്ത് സംസാരിച്ചവരെല്ലാം അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അത് ചിലപ്പോൾ അവരുടെ ലൈഫിനകത്ത് അങ്ങനെ ഒരു കാര്യം നേരിട്ടിട്ടുള്ളത് കൊണ്ടാണോ എന്നറിയത്തില്ല. പലരും പറഞ്ഞു, ആണും പറഞ്ഞു, പെണ്ണും പറഞ്ഞു, അങ്ങനെ സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ടെന്ന്. അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പറയേണ്ടത് നിങ്ങളാണ്. കാരണം ഇനി അങ്ങോട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യങ്ങളെല്ലാം മുഴച്ചു നിൽക്കുന്നൊരു കാര്യം ഇതിനകത്ത് ഒരു പുരോഹിതൻ്റെ പേരാണ്, അഥവാ ഒരു പുരോഹിതനാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിന് ചെകുത്താനിൽ നിന്നും ദൈവത്തിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുതൽ അതെല്ലാം നേരിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലുള്ള ആൾക്കാരാണ് പുരോഹിതന്മാർ. അപ്പോൾ പിന്നെ ഈ പറയുന്ന പുരോഹിതൻ തന്നെ ഒരു ചെകുത്താനായിട്ട് മാറിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നിന്ന് പുറത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. സത്യം പറഞ്ഞാൽ ഒരു കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിലേക്കുള്ള കാര്യമാണ്. ഒരു സ്ത്രീ അവരുടെ രണ്ട് പെൺമക്കളെയും കൊണ്ട് ഒരു ട്രെയിനിൻ്റെ മുമ്പിലേക്ക് പോകണമെങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടാവും. ആ പെൺമക്കളെയും കൊണ്ട് പോകുന്നു എന്നുള്ള ചോദ്യം തന്നെ അവിടെ ഒരു പ്രസക്തമാണ്. അതിനകത്ത് ആ കുട്ടികൾക്ക് നേരെ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം പോലും പുറത്തു വന്നിട്ടില്ല. ഈ സ്ത്രീയുടെ ഭർത്താവ് എന്ന് പറയപ്പെടുന്ന ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഇവരുടെ മകനെയും കൊണ്ട് വന്നിട്ട് ആ ഒരു ശവശരീരം ഏറ്റുവാങ്ങിയിട്ട് ആ 3 പേരുടെ ഇത് ശരീരം കൊണ്ടുപോയി പള്ളി തർക്കങ്ങൾ മറ്റത് മറിച്ച് എല്ലാം ഉണ്ട്. ഒരു സൈഡിൽ കൂടെ നോക്കാം. ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ആരാണ് ഈ വ്യക്തി അഥവാ ഈ പള്ളിയുടെ അച്ഛൻ എന്ന് പറയുന്ന ആൾ. നാട്ടുകാരൻ തന്നെ പറയുന്നുണ്ട്, നമുക്കതൊന്ന് കേട്ടു നോക്കാം. ഇത് ഒരു മരണം നടന്നത് അച്ഛന്മാരുടെ അനിയൻ, ഭർത്താവിൻ്റെ അനിയൻ അച്ഛൻ്റെ ഒരു പീഡനം കൊണ്ടാണ് ഈ മരണം നടന്നിരിക്കുന്നത്. ബോബി അച്ഛനാണ് പുള്ളി, ആള് ശരിയല്ല. ഈ പീഡനം സഹിച്ച് ആ അമ്മയും മകളോട് ആത്മഹത്യ ചെയ്തു. ആലോചിച്ച് നോക്കണം. ബോബി അച്ഛൻ എന്ന് പറയുന്ന ഒരു പള്ളിയിൽ അച്ഛൻ ആ വീട്ടിലെ അദ്ദേഹത്തെ ഈ ഒരു സ്ത്രീയുടെ ഭർത്താവിൻ്റെ അനുജനാണ്. ഇതുപോലൊരു സംഭവം ഏത് സിനിമയിലാണെന്ന് ഓർമ്മയില്ല. ആ സിനിമ എനിക്ക് തോന്നുന്നു ഒന്ന് സേതുരാമയ്യ CBIയുടെ മുൻകാലത്തുള്ള ഒരു ഇതിനകത്തുണ്ട്. അതിനകത്ത് ഈ സ്ത്രീയെ നിരന്തരമായിട്ട് വീട്ടിലുള്ള പല ആൾക്കാരും വന്ന് ഉപദ്രവിക്കുകയും അവസാനം സൂയിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കൊലപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു സിനിമയ്ക്കകത്ത് ദിലീപിൻ്റെ ഭാര്യയായിട്ട് വരുന്നൊരു പുള്ളിക്കാരത്തെയും ഇതുപോലെ നിരന്തരമായിട്ട് പീഡിപ്പിക്കുകയും അവരൊരു പാവത്താനായിട്ട് മാറുകയും വീട്ടിലുള്ള പല ആൾക്കാരും ആ സ്ത്രീയെ മോശമായി പെരുമാറുകയും ചെയ്യുന്നൊരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഭർത്താവിൻ്റെ അനുജനായിട്ടുള്ള പള്ളി വികാരി, പള്ളിയിൽ അച്ഛൻ അഥവാ ഒരു പാതിരി, അദ്ദേഹം ഒരു പുരോഹിതനാണ്. ആ പുരോഹിതന് ചേരാത്തൊരു പരിപാടി ആ വീട്ടിൽ തന്നെ സ്വന്തം വീട്ടിൽ കാണിക്കുന്നു. ആലോചിച്ച് നോക്കണം. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യും? വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുന്നൊരു പരിപാടി. ഇവരുടെ ഈ പള്ളിയിലേക്ക് വരുന്ന ഓരോ ആൾക്കാരെയും കുമ്പസരിപ്പിക്കുകയും അവരുടെ ഓരോ കാര്യങ്ങളിലും നല്ല പ്രവൃത്തികളിലേക്ക് പോകണമെന്നും ദൈവവചനങ്ങൾ ബൈബിളിൽ നോക്കി പറയുകയും ഇതെല്ലാം ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ദൈവിക പുരുഷനെന്ന് ഉള്ള ഒരു പുരോഹിതൻ തന്നെ ഈ ഒരു കാര്യം ചെയ്തു എന്നുള്ള കാര്യം നാട്ടുകാരാണ് പറയുന്നത്. ഞാനോ നിങ്ങളോ അടങ്ങുന്ന സമൂഹമല്ല, അവിടുത്തെ നാട്ടുകാർ തന്നെയാണ് പറയുന്നത്. അതിനുശേഷം സംഭവിച്ചത് എന്താണെന്ന് കേൾക്കാം. ഇനി ഒരു കുടുംബത്തിലും ഈ ഒരു സംഭവം നടക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഇന്ന് അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഈ പെണ്ണിൻ്റെ വീട്ടിൽ, ഏറ്റുമാനൂർ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. മൂലക്കാട്ട് പിതാവ് വാസവനെ വിളിച്ചിട്ട് 40 പോലീസ് വണ്ടി അവിടെ വന്നിരിക്കുന്നത്. അത് ആരെ ചൊല്ലിയാ? ഈ അച്ഛനെ ചൊല്ലിയാണ്. അച്ഛനകത്ത് പോകരുത് എന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ മന്ത്രി എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മതവും ജാതിയും വർണ്ണത്തിനപ്പുറത്ത് ഒരു മനുഷ്യത്വപരമായിട്ടുള്ള രാഷ്ട്രീയമാണ്. ഞാൻ ആ രാഷ്ട്രീയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വർഗീയത എന്നുള്ള കാര്യം തൊട്ട് തീണ്ടാത്തൊരു രാഷ്ട്രീയമാണ് എനിക്കുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ.
നമ്മുടെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ വിഴുപ്പലക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. മന്ത്രിമാരായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ, അവർ എല്ലാ തരത്തിലും സോഷ്യലിസം, ജനാധിപത്യം, മറ്റത് മറിച്ചത് എല്ലാം പറയും. കമ്മ്യൂണിസം ആശയങ്ങളെല്ലാം ഉയർത്തുമ്പോഴും ലെഫ്റ്റ് ആശയങ്ങൾ ഉയർത്തുമ്പോഴും എല്ലാം ചെയ്തതിന് ശേഷം ഇവരുടെ ഏതാണ്ട് വോട്ടിങ്ങിൻ്റെ പരിപാടിക്ക് തൊട്ട് മുമ്പ് ഇവരെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് പോകുന്നൊരു പോക്കുണ്ട്. ഈ പള്ളികളുടെ അരമനകളിലും അതുപോലെ തന്നെ മറ്റ് NSSൻ്റെ അതുപോലെ തന്നെ മറ്റ് ജാതി, മതം, വർഗം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെയൊക്കെ മേലാളന്മാരെ പോയി കണ്ടിട്ട് കുറേ അധികം കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഇടയെ ലേഖനങ്ങൾ വരാറുണ്ട്. അതിനെല്ലാത്തിന് ശേഷം ഇവർ ജയിച്ചു വരാറുണ്ട്. അന്ന് കൊടുത്ത ആ ഒരു ഉപകാരത്തിൻ്റെ സ്മരണയ്ക്ക് ഒരു പ്രതിഫലം എന്നോണം ഇവരെന്ത് വിടുവേല ചെയ്യാൻ പറഞ്ഞാലും ഇവരൊക്കെ ചെയ്യും. മന്ത്രി വാസവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് വിളിച്ചു പറയുകയും അവിടെ ഇഷ്ടം പോലെ പോലീസിനാകും വന്ന് ഇറങ്ങുകയും എന്നിട്ട് ആ സ്ത്രീയെ ഇനി ആ സ്ത്രീയുടെ കഥയിൽ ആ സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള ഇവരുടെ ജഡം കൊണ്ടുപോവുകയും ചെയ്തു ഭർത്താവിൻ്റെ വീട്ടിലേക്ക്. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഇനി ആ സ്ത്രീയുടെ റിയൽ ലൈഫ് സ്റ്റോറി പറയാം. ഞാൻ അറിഞ്ഞ കാര്യം, അവിടെ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് അറിഞ്ഞ കാര്യം പറയാം. അതായത് ഈ നമ്മുടെ ഷൈനി എന്ന് പറയുന്ന സ്ത്രീ അവരുടെ ഈ ലൈഫ് നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ വളരെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി വെറും നമ്മുടെ ഈ പാട്രിയാർക്കി എന്നൊക്കെ പറയില്ലേ, സത്യം പറഞ്ഞാൽ ആണുങ്ങൾക്ക് നാണക്കേടാണ് ഇങ്ങനെയുള്ള നാണം കെട്ട ആണുങ്ങൾ കാരണം. അതായത് ഈ വീട്ടിൽ അഥവാ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ ഈ സ്ത്രീ ശരിക്കും ഒരു അടിമയെ പോലെ ആയിരുന്നു. അതായത് ഒരു പട്ടിയെ വളർത്തുന്നത് പോലെയായിരുന്നു. അവിടെ ആഹാരം വച്ച് വിളമ്പുക, അവരുടെ തുണി അലക്കി കൊടുക്കുക, ആ വീട് വൃത്തിയാക്കുക, ഇങ്ങനെ തുടങ്ങി ഭർത്താവിൻ്റെ അനുജൻ്റെയും ഈ മറ്റേ പാതിരി ഉണ്ടല്ലോ അയാളുടെ അടക്കം എല്ലാ പരിപാടികളും ചെയ്തു കൊടുത്ത് ആ വീട്ടിലെ ഇവർ പറയുന്ന എല്ലാ വിടുവേലകളും ചെയ്ത് അവർ അതിൻ്റെ പുറമെ കാണിക്കുന്ന പല തരത്തിലുള്ള പുറത്തു വന്നിട്ടില്ല അതൊന്നും ആ പലതരത്തിലുള്ള പീഡകളും ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടെ ഒരു അടിമയെ പോലെ ജീവിച്ച് മടുത്ത ആ സ്ത്രീ ഒരു സുപ്രഭാതത്തിൽ ആ വീട് വിട്ടിറങ്ങി അവരുടെ സ്വന്തം വീട്ടിലേക്ക് വരുന്നു. സ്വന്തം വീട്ടിൽ അധികം സാമ്പത്തികമായിട്ട് അടിത്തറയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാഞ്ഞിട്ടും സ്വന്തം 2 പെൺമക്കളെയും കൂട്ടിക്കൊണ്ടുവന്നു. ആൺകുട്ടിയെ അദ്ദേഹത്തിൻ്റെ അഥവാ ഭർത്താവിൻ്റെ കൂടെ നിർത്തുകയും 2 പെൺമക്കളെയും കൊണ്ടുവന്ന് സ്വന്തം വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. ഇനി ഇതിനകത്ത് ഈ പറയുന്ന ഏറ്റുമാനൂർ എന്നുള്ള സ്ഥലത്തുള്ള ഒരു പ്രമുഖ ഒരു ഹോസ്പിറ്റൽ അഥവാ ഒരു മാനേജ്മെൻറ്റ്, ഈ ക്രിസ്ത്യൻ മിഷണറി മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ തന്നെ വരുന്ന ഒരു ഹോസ്പിറ്റലും അവിടെയുള്ള ഇതര ഹോസ്പിറ്റലുകളിലും ഇവർ ഒരു നഴ്സിംഗ് മുൻകാല വിദ്യാർത്ഥിയായിരുന്നു. അത് പഠിച്ചിറങ്ങിയ ഒരു പ്രൊഫഷണലാണ്. അപ്പോൾ 10-12 വർഷത്തിൻ്റെ ഗ്യാപ്പ് അഥവാ ഈ ദാമ്പത്യ ജീവിതം നടക്കുന്നതിൻ്റെ ഈ ഇടകളിലൊന്നും അവർക്ക് ജോലിക്കോ മറ്റു കാര്യങ്ങൾ വിടാനോ അവരെ ഒന്നിനും സ്വന്തമായിട്ട് ചെയ്യാൻ സമ്മതിക്കാത്ത ആ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട് ഇവർ എല്ലാ സ്ഥലങ്ങളിലും പോയി ജോലി തണ്ടി. അഥവാ എനിക്കൊരു ജോലി തരൂ, എനിക്ക് ജീവിക്കാൻ, എൻ്റെ കുട്ടികൾക്ക് ആഹാരം കൊടുക്കാനെന്ന് പറഞ്ഞൊരു ജോലി തണ്ടി. അവിടെ ഒരു ജോലിയും ആരും കൊടുത്തിട്ടില്ല. ഈ പറയുന്ന മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു വളരെ വലിയ ഈ ഏറ്റുമാനൂരുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് അവർക്ക് ജോലി കൊടുക്കാമെന്ന് പറയുകയും എന്നാൽ 1 വർഷം വരെ ശമ്പളമില്ലാതെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അങ്ങനെ അവസാനം അതും കൂടെ കേട്ട് അവർക്ക് ജോലി കിട്ടത്തില്ല, അതുപോലെ തന്നെ ജീവിക്കാൻ നിവർത്തിയില്ല, വേറെ വരുമാനമില്ല, ഈ അടിയും തൊഴിയും കേട്ടുകൊണ്ട് അവിടെ പോയി കിടക്കാൻ പറ്റത്തില്ല എന്ന് ഉറപ്പിച്ച സ്ത്രീ പിന്നെ ആ 2 പെൺമക്കളെയും കൊണ്ടുപോയത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. റെയിൽവേ ട്രാക്കിലേക്ക് കയറി നിന്നു. ആ ലോക്കോ പൈലറ്റ് അദ്ദേഹം കരയുന്ന കരച്ചിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം അതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കെട്ടിപ്പിടിച്ച അവസ്ഥയിലാണ് ഈ 3 പേര് നിന്നത്. ഒരിക്കലും ഈ സ്പീഡിൽ വരുന്ന ഈ ട്രെയിൻ ഒരിക്കലും പെട്ടെന്നൊരു ബ്രേക്ക് പിടിച്ച് നിർത്താൻ പറ്റുന്നത് എനിക്കും അറിയാം. അപ്പോൾ ആ നിമിഷം കൊണ്ട് ആ ചിന്ന ഭിന്നമായി തെറിച്ചു പോയ ശവശരീരങ്ങളാണ് അദ്ദേഹം അവിടെ കണ്ടത്. ആലോചിച്ച് നോക്കണം. നിസ്സഹായ ഈ എല്ലാവരുടെയും മുമ്പിൽ കൈനീട്ടിയ അവസാനം എല്ലാവരാലും അവഗണിക്കപ്പെട്ട ഒരു സ്ത്രീ അവരുടെ 2 മക്കളെയും ഇനി ഇട്ടിട്ട് പോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആ പെൺകുട്ടികൾ ഇട്ടിട്ട് പോയിരുന്നെങ്കിൽ വീണ്ടും കൊടിയ പീഡനങ്ങൾ ആ സ്ത്രീ ആ കുട്ടികൾ ഏറ്റുവാങ്ങി സമൂഹത്തിന്റെ മുമ്പിൽ മറ്റൊരു ബലിമൃഗങ്ങളായിട്ട് മാറേണ്ടി വന്നേനെ. കഴിഞ്ഞില്ല. ബാക്കി കോട്ടയം രൂപതയിലെ മൂലക്കാട്ട് പിതാവ് വാസവനുമായിട്ട് സംസാരിച്ചാണ് ഇത്രയും ഈ പ്രൗഢമായ സംഭവം പോലീസുകാരെത്തി ഈ സംഗതി നടത്തിയിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം. നമ്മുടെ ഈ അതിരൂപതകൾ, രൂപതയുടെ മെത്രാന്മാര്, അവരുടെ തലപ്പത്തുള്ള അപ്പന്മാര്, ഇവന്മാരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് അവിടെ എത്ര നിമിഷ നേരം കൊണ്ടാണ്, നിങ്ങൾ പറ, ആരാണ് ദൈവത്തിന്റെ താഴെ നിൽക്കുന്ന ആൾക്കാർ? ആരാണ് പുരോഹിത വൃന്ദം? ദൈവത്തിന് വേണ്ടിയിട്ട് സമൂഹത്തിൻ്റെ അത് നന്മ വിതറാൻ വേണ്ടി ശ്രമിക്കുന്ന അപ്പകഷ്ണങ്ങൾ വച്ച് 1000 പേരെ 5000 പേരെ ഊട്ടിട്ടുള്ള യേശുവിൻ്റെ പിന്തലമുറക്കാരെന്ന് പറയപ്പെടുന്ന ആൾക്കാരിൽ പെട്ടവരാണോ ഇവർ? അതോ ചെകുത്താൻ്റെ ആൾക്കാരാണോ? ചെകുത്താൻ എന്നൊക്കെ പറയുമല്ലോ. ചെകുത്താൻ, സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവൻ അഥവാ ദൈവത്തിന് നിന്ദ ചെയ്തവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളിപ്പറയുന്ന ആ ചെകുത്താൻ്റെ സ്വഭാവമുള്ള ഇവർ എങ്ങനെയാണ് ദൈവിക പുരുഷന്മാരാവുന്നത്? എങ്ങനെയാണ് ദൈവത്തിൻ്റെ തിരുവസ്ത്രം ഇട്ടുകൊണ്ട് പള്ളിയിൽ കുർബാന ചൊല്ലുന്നത്? എങ്ങനെയാണ്? ബൈബിൾ വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ, ഖുറാൻ വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ, ഭഗവത്ഗീത വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ, അത്യാവശ്യം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളോട് ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ള ആളാണ് ഞാനെന്ന് പറയുന്നത് എന്നെ പൊക്കി പറയുന്നതല്ല. വായന എന്നുള്ളൊരു കാര്യത്തിന് മാത്രം എടുത്ത് പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച വാക്ക് മാത്രമാണ് ഞാൻ. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഒരു മതങ്ങളും എവിടെയും ഒരിടത്തും പറയുന്നില്ല മറ്റാളെ പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ അതും വിട്ടുപോയി ഈ കാര്യങ്ങളെല്ലാം. ഓക്കെ, ഇനി ബാക്കി ഇനി വേറെ നിർണായകമായിട്ടുള്ള കുറച്ച്
ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഇത് വീഡിയോ ദൃശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ നമ്മുടെ ഈ തർക്കമുണ്ടായതിനു ശേഷം ഈ ചുങ്കത്ത് എന്ന് പറയുന്ന ഈ ഭർത്താവിൻ്റെ അവരുടെ ആ ഒരു രൂപത ആ ഭാഗം, അത് പള്ളിയുടെ, എനിക്ക് അതിൻ്റെ കറക്റ്റ് പേരുകൾ തെറ്റുന്നെങ്കിൽ ക്ഷമിക്കുക, രൂപതയാണോ അങ്ങനെയാണോ എന്താണ്, എന്തായിരുന്നാലും ആ ഒരു പള്ളി ഇടവക ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി അടക്കണമെന്നാണ് ഈ ചുങ്കം പള്ളി, ആ ഒരു ചുങ്കത്ത് പള്ളി ആ ഭാഗത്തേക്ക് കൊണ്ടുപോകണമെന്നാണ് ഭർത്താവിൻ്റെ വീട്ടുകാർ, സ്വന്തം മകൻ ജീവിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ മകനെ നിർബന്ധിച്ചുകൊണ്ട് പറയിപ്പിച്ചു, മകൻ കരഞ്ഞുകൊണ്ട് തേങ്ങി വരയുന്ന കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോയിൽ. പക്ഷേ നാട്ടുകാർ ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസ് സന്നാഹത്തോടുകൂടി വന്ന് അവസാനം നാട്ടുകാർ പൂരത്തെറി വിളിച്ച് ആ ഭർത്താവിന്, അതായത് ഈ ഭർത്താവിനും ഇതിനകത്ത് ഈ ഒരു കാര്യം കോംപ്രമൈസ് സെറ്റിൽ ചെയ്തതിനകത്ത് ഭർത്താവിന് പങ്കുണ്ട്, അതുപോലെ തന്നെ ഭാര്യയുടെ, അതായത് ഈ സ്ത്രീയുടെ സ്വന്തം സഹോദരിയുടെ ഭർത്താവിനും, അതായത് ഇവരുടെ സ്വന്തം സഹോദരിയുടെ ഭർത്താവ്, അദ്ദേഹത്തിന്റെ വോയിസ് ഞാൻ പിന്നാലെ ആദ്യം ഇത് കാണാം. പൂരത്തെറി വിളിക്കുകയാണ്, അതായത് ഈ ഭർത്താവിന്. നീ കൊണ്ടുപോയി തിന്നോടാ എന്ന് പറഞ്ഞിട്ട് ആ മൂന്ന് അവരെ രക്ഷിക്കാനോ അവരെ സംരക്ഷിക്കാനോ കഴിയാത്ത കരങ്ങളാണ് ഇന്ന് അവരെ കൊണ്ടുപോയി കുഴിമാടത്തിൽ കൊണ്ട് അടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ ആത്മാക്കൾക്ക് പോലും നീതി കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം എന്തൊരു ഗതികെട്ടൊരവസ്ഥയാണ്. ആലോചിച്ച് നോക്കണം. മതം, നിങ്ങളും, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളാണെങ്കിലും ശരി, ഞാനാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, മരിച്ചതിന് ശേഷം ഒരു തേങ്ങ ഉണ്ടാകത്തില്ല. മരിച്ചതിന് ശേഷം ഒരാൾ പോലും സമൂഹത്തിന്റെ ഇടയിൽ ഒന്നും സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസം നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് വിശ്വാസത്തിലേക്കും പോകാം. പക്ഷെ ഒരു കാര്യം, വിശ്വാസത്തിനെ തിന്ന് ജീവിക്കുന്ന വൈറസുകളും ക്യാൻസറുകളും നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് ഏറ്റവും തലപ്പത്തിരിക്കുമ്പോൾ, നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് ഇത്രയും കാലമായിട്ട് റോഡുകൾ മാറുന്നു, പാലങ്ങൾ മാറുന്നു, ആധുനികത വന്നുകൊണ്ടേയിരിക്കുന്നു, എന്നിട്ടും ഇന്നും പണ്ടങ്ങോ എഴുതി വെച്ച കാര്യങ്ങൾ ഇന്നും മാറാതെ സമൂഹത്തിൻ്റെ അകത്ത് അടിച്ച് ചാപ്പ പോലെ കൊണ്ടു നടക്കുന്ന ഒരു സമൂഹം, അതിനെ ഈ ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ അകത്ത് ഏറ്റെടുക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം. ഇതുപോലുള്ള ഒരുപാട് ഇരകൾ, ഇതുപോലെ ഒരുപാട് രക്തസാക്ഷികൾ, ഷൈനിയെ പോലെയും ഷൈനിയുടെ മക്കളെ പോലും കുറേ ആൾക്കാരുടെ ചിരികൾ, കരച്ചിലുകൾ നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കും. അതിനെല്ലാം കാരണക്കാരും ഉത്തരവാദികളും ഈ ദൈവത്തിനെ പിൻപറ്റുന്ന ദാസന്മാരാണെന്നും കൂടെ ഓർക്കണം. സിസ്റ്റർ അവയെ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ മറ്റുള്ള പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇന്നും സാമൂഹിക മനസാക്ഷിയുടെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. കഴിഞ്ഞില്ല. കണ്ടോ, ഈ ജനസാഗരം മൊത്തം അവിടെ ഇറങ്ങി നിൽക്കുകയാണ്. അവിടുത്തെ ആ വിശ്വാസികളാണ്. ഇത് പുറത്തുനിന്നുള്ള ഒരാളുമല്ല. ഇതിപ്പം പുറത്തുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു എന്നുള്ള അഭിപ്രായം പറഞ്ഞു ആർക്കും വിഷമം തോന്നണ്ട. ഇത് അവിടെയുള്ള നാട്ടുകാർ തന്നെയാണ് എത്തി അതിനെ തടയുന്നതും അവരെ പൂരത്തെറി വിളിക്കുന്നതും. ആ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളാണ്, ഒരു 11ഉം 10ഉം വയസ്സും മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളാണ്, കുട്ടികളാണ്. എനിക്കൊരു 11 വയസ്സുകാരൻ്റെ അച്ഛനാണ് ഞാൻ. ഓക്കെ, എനിക്കത് പെയിൻ, അത് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞില്ല. ഇപ്പം ഈ കേൾക്കുന്ന വോയിസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ സഹോദരിയുടെ, അതായത് ഈ മരണപ്പെട്ടു പോയ ഷൈനിയുടെ സഹോദരിയുടെ ഭർത്താവ് സംസാരിക്കുന്ന ആദ്യത്തെ വോയിസ് ആണ്. അതിനുശേഷം ചുങ്കം പള്ളിയിലേക്ക് അവർ കൊണ്ടുപോകുന്നതുമാണ്. ഒത്തിരിയേറെ ദുഃഖാർദ്ധരായ നിമിഷമാണ്. തീർച്ചയായിട്ടും എന്നെ സ്നേഹിക്കുകയും എന്നോട് ആശ്വാസവാക്കുകൾ, അല്ലെങ്കിൽ ഈ കുടുംബത്തോട് ആശ്വാസവാക്കുകളൊക്കെയും പറഞ്ഞ ഓരോരുത്തരോടും ഞാൻ ക്ഷമയോദിക്കുകയാണ്. കാരണം ഏതാണ്ട് 9 മാസക്കാലമായി കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ വേർപിരിഞ്ഞു നിന്ന അവസരത്തിൽ പോലും ഒന്ന് കാണുവാനോ ഒന്ന് ആശ്വസിപ്പിക്കുവാനോ അല്ലെങ്കിൽ ആ പിള്ളേരെ ഒന്ന് കാണുവാനോ ശ്രമിക്കാത്ത ഒരാളുടെ കൈവശം എന്തിനു കൊടുത്തുവിടുന്നു എന്ന ഒരു പഴിചാരൽ ഒക്കെ കേൾക്കുവാനിടയായി. തീർച്ചയായിട്ടും സാഹചര്യം എല്ലാവരും മനസ്സിലാക്കണം. ഡൈവോഴ്സിന് കേസ് കൊടുത്ത ഷൈനി, ഈ സംസാരം കേൾക്കുന്ന ആളുടെ സംസാരത്തിൻ്റെ അകത്ത് വളരെ മാന്യമായ, അല്ലെങ്കിൽ വളരെ ഭയങ്കര വേദനയോടുകൂടി സംസാരിക്കുന്ന ഇവരുടെ മരണപ്പെട്ടുപോയ ഷൈനിയുടെ സഹോദരിയുടെ ഭർത്താവ്. ഓക്കെ, അപ്പം അത് കേൾക്കുമ്പോൾ നമുക്കായിരിക്കും അങ്ങനെ തോന്നുന്നത്. പക്ഷേ ഇയാളും റിയൽ ഒരു ചെകുത്താനാണെന്ന് മറ്റൊരാൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഇയാൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, അത് ഞാൻ കേൾപ്പിച്ചുതരാം. എല്ലാവരും കേട്ട് കാണുമല്ലോ. ഞാൻ ഇന്നലെ ഒരു വോയിസ് ഇട്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഒരു കാര്യം പറയായിരുന്നു. ആ ഷൈനി എന്ന സ്ത്രീയുടെ ഏറ്റവും അടുത്തൊരു ബന്ധു, അവൻ മൂടുതാങ്ങിയാണ്, അച്ഛൻ്റെ അടുത്ത സഹോദരനെ. അവന്റെ വോയിസ് ആണത്. പേര് ഞാൻ പറയുകയാണ്. പോന്നലിലുള്ള പെരുമ്പഴ ജേസൻ, ചാമക്കാല ഇടവക്കാരനാണ് അവൻ. മനസ്സിലായി? പെരുമ്പഴ ജേസൻ. അവന്റെ ഭാര്യയുടെ ചേർച്ചയാണ് ഈ മരിച്ചിരിക്കുന്നത്. അവിടെ കുറെ രാഷ്ട്രീയക്കാരെ കണ്ടില്ലേ? അത് ഇവനൊരു രാഷ്ട്രീയക്കാരനാണ്, ഈ പെരുമ്പഴ ജേസൻ എന്ന വ്യക്തി. ആ രാഷ്ട്രീയക്കാരെ അവരെ മോശത്തിൽ വെക്കുമ്പോൾ അവിടെ കുറെ വെള്ളകളുടെ കിട്ടുന്നില്ലേ, അത് ഇവന്റെ കൂടെ ഉള്ളവരാണ്. ആ രാഷ്ട്രീയക്കാരെല്ലാം ഇവനുമായിട്ട് ബന്ധപ്പെട്ട് അവരെല്ലാം അവിടെ വന്ന് കാര്യങ്ങൾ ചെയ്തത്. ഇവനൊക്കെ നോക്കിയിരുന്നെങ്കിൽ അവൾ ചാവുമായിരുന്നു. എന്നിട്ട് അവർക്ക് തിന്നാൻ കൊടുത്തിരിക്കുന്നു. കൊല ചെയ്തവർക്ക് തിന്നാൻ കൊടുത്തിരിക്കുന്നത് കണ്ടോ?
ഇവരൊക്കെ അച്ഛന്മാരും രൂപതാ നേതൃത്വമായിട്ട് കോംപ്രമൈസ് നടത്തി. അതുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. അല്ലെങ്കിൽ അവിടെ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇവർക്ക് ഇവിടെ തന്നെ ഫൈറ്റ് ചെയ്യാൻ മേലെ. ഇവർ കേസ് പോലും കൊടുത്തിട്ടുണ്ടാകില്ല. കേസ് കൊടുത്താൽ പോലും നമുക്ക് ഇവരെ കൊന്ന് അവരാന്ന് പറഞ്ഞാൽ അവരുടെ കിട്ടിയവന്റെയും അവരുടെ ആ അച്ഛന്റെയും അവരുടെ അമ്മായിമ്മന്റെ പേരിൽ ഒരു കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇവർ ഈ പെണ്ണിന്റെ ഷൈനയുടെ അപ്പനും അമ്മയും കേസ് കൊടുക്കായിരുന്നു. അത് കൊടുത്തിരുന്നുവെങ്കിൽ അവർ കാരണം ഇത് മനുഷ്യൻ കേസ് കൊടുത്തിരുന്നെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് അവിടുന്ന് ഇവിടെ ഇറക്കിക്കായിരുന്നല്ലോ. അല്ലെങ്കിൽ ധൈര്യമുള്ള നാറികൾക്ക് ഇവനൊക്കെ നാറിയൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ ഈ 3 മൃതദേഹം കൊണ്ട് കാരിത്താസ് പള്ളിയുടെ മോഡലിൽ കൊണ്ട് വെക്കാൻ പറ്റും നമുക്ക്. അടക്കിയല്ലേ അടക്കും അവിടെ തന്നെ. ആലോചിച്ച് നോക്കണം. ഈ കൊലപാതകം ചെയ്തിട്ടുള്ള ആ അച്ഛനും അതുപോലെ തന്നെ ഇത്രയും ക്രൂരമായ പീഡനത്തിന് ഇവരുടെ ഹസ്ബൻഡായിട്ടുള്ള ഷൈനിയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് റിഗിൽ എന്തോ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. 3 മാസം നാട്ടിൽ വരികയും 3 മാസം തിരിച്ച് റിഗിലേക്ക് പെട്രോളിയം റിഗ് അറിയായിരിക്കുമല്ലോ, കടലിനകത്തുള്ള റിഗുകൾ അറിയായിരിക്കുമല്ലോ. അപ്പം ആ റിഗുകളിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ആളാണ്. അപ്പോൾ അയാൾ അവിടെ നിന്ന് 3 മാസം നാട്ടിൽ വരും, 3 മാസം അവിടെ പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഒറ്റപ്പെട്ടൊരു ജീവിതവും അതുപോലെ തന്നെ ഭർത്താവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വീട്ടിൽ അടിമപ്പണിയും ചെയ്യുക, സ്വന്തം മക്കളെ നേരം വേണം നോക്കാൻ വേണ്ടിയിട്ട് പോലും സാഹചര്യം ഒരുക്കാതിരിക്കുകയും അവർ സ്വന്തം മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം ഗുരുതരമായിട്ടുള്ള പീഡനങ്ങൾ അല്ലാതെ എങ്ങനെയാണ് പറ്റുക? അപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന മാതാപിതാക്കളുടെ ഒരുപാട് രക്ഷകർത്താക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾ ചിന്തിക്കൂ, നമുക്ക് എന്ത് പറ്റിയിരുന്നാലും നമ്മുടെ മക്കൾക്ക് ഒരു പോറലേൽക്കാൻ നമ്മൾ സമ്മതിക്കൂ. അത് എന്ത് തന്നെ ഇനി പ്രഹരങ്ങൾ ഏൽക്കേണ്ടി വന്നാലും നമ്മൾ അതിൻ്റെ പുറത്ത് പോയി കയറി കിടക്കും. നമുക്ക് ഏൽക്കട്ടെ, നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചത്തു പോകട്ടെ, ഒരു പ്രശ്നമല്ല. പക്ഷേ ആ ഒരു ആയുസും കൂടെ നമ്മളെ മക്കൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ബഹുഭൂരിപക്ഷം മാതാപിതാക്കൾ. ഞാനും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീ അവരുടെ 2 പെൺമക്കളെയും കൊണ്ട് അവർ ട്രെയിനിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി തലയല്ല നിൽക്കുന്നു, കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. മരണത്തിൻ്റെ അടുത്ത്, റെയിൽവേ ക്രോസിൻ്റെ തൊട്ടടുത്ത് ഒരു 100-500 മീറ്ററിൻ്റെ അപ്പുറത്ത് നിന്നാൽ പോലും ഭൂമി കുലുങ്ങുന്ന ശബ്ദം കൊണ്ടൊരു സാധനം, ഒരു വലിയൊരു പെരുമ്പറ മുഴക്കിക്കൊണ്ട് വരുന്ന ഒരു ട്രെയിൻ. ആ ട്രെയിൻ ഇങ്ങനെ വരുന്ന സമയത്തും അവിടെ അങ്ങനെ മരിച്ച് നിൽക്കുന്ന ആയിരുന്നു എങ്കിൽ ആലോചിച്ച് നോക്കണം. അവരുടെ ആ ഒരു വേദനയുടെ തീവ്രത നമുക്ക് അളക്കാൻ കഴിയില്ല. ആ കുടുംബത്തിന് ഇനി നീതി കിട്ടുമോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ എഴുതി വെച്ച് പറഞ്ഞുതരാം, 99.99% കിട്ടാൻ സാധ്യതയില്ല. ബിക്കോസ് ഇവിടെ റിലീജിയൻ അപ്രോച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും കാണും. അതുപോലെ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ഇന്ന് പ്രതിഷേധിക്കുന്ന പ്രകടനം നടത്തുന്ന എല്ലാ വിശ്വാസികളെയും അവരുടെ പള്ളിയിൽ ഓരോ ഇത് വായിച്ചിട്ട് ഇനി മേലാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കരുതെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റും. നിസ്സഹായാവസ്ഥയാണ് വിശ്വാസത്തിൻ്റെ നിസ്സഹായാവസ്ഥ. മനസ്സിലാവുന്നുണ്ടോ? ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ സംസാരിച്ച ഒരുപാട് ലൈഫുകൾ നമ്മൾ സംസാരിച്ചു. ഓരോ ദിവസങ്ങളും ഞാൻ ഓരോ വിഷയങ്ങളെടുത്ത് സംസാരിക്കുന്ന സമയത്ത് എനിക്കും കിട്ടുന്നത് ഒരു പുസ്തകം വായിച്ചാൽ കിട്ടുന്നതിന് അപ്പുറത്തുള്ള കുറേ കാര്യങ്ങളാണ്. ഓരോ വിഷയങ്ങൾ അറിയുന്നതിന് ശേഷവും ഞാൻ പോയിരുന്ന ആ ഒരു കാര്യത്തിനെക്കുറിച്ച് അതിൻ്റെ സ്റ്റഡി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കമൻറ്റ് ബോക്സുകളും വീഡിയോസും ഒക്കെ കണ്ടു തരിച്ചിരുന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്. ചിലതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ എലിസബത്തിൻ്റെ വിഷയം സംസാരിച്ചപ്പോഴും പറഞ്ഞു ഇതൊക്കെ എന്തിനാണ് വിട്ടിട്ട് സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ. എലിസബത്ത് ആയിക്കോട്ടെ, ഇന്നിപ്പോൾ മരണപ്പെട്ട 3 പേരെ ഷൈനി എന്ന് പറഞ്ഞ ആ ഒരു ലേഡി ഒരുപാട് പേരുടെ മുമ്പിൽ കൈനീട്ടി എന്നുള്ളത് പോലെ ഡോക്ടർ എലിസബത്ത് എന്ന് പറഞ്ഞ സ്ത്രീ ഇന്ന് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വിഷമങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് ആരെങ്കിലും ഏറ്റെടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നാളെ ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും ഒരു ദാരുണമായിട്ടൊരു അവസ്ഥയിലേക്ക് ഡോക്ടർ എലിസബത്ത് എത്തിയാൽ നമ്മളടക്കം, നാട്ടുകാരടക്കം, സമൂഹമടക്കം, രാഷ്ട്രീയ പാർട്ടികളടക്കം എതിർക്കുന്നു, ചെറുക്കുന്നു, കേസെടുക്കുന്നു, ന്യൂസ് ഡിബേറ്റുകൾ നടക്കുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം ആക്ഷൻ എടുക്കുന്ന ഒരു പ്രത്യേകതരം ജീവികളായിട്ട് നമ്മൾ മാറിയിട്ടില്ലേ? അതിനും അപ്പുറം ഇതിനകത്തുള്ള മതത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, അതിന് കൂടെ ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ. എവിടെയാണ് സാത്താനുള്ളത്? ആരാണ്? ഹൂ ഇസ് ദ റിയൽ സേറ്റൻ? ആരാണ്? അപ്പം ആ ചെകുത്താൻ എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ ഈ ദൈവ പുരോഹിതനിൽപ്പെട്ട ഇവനെപ്പോലുള്ളവരിലുണ്ടോ, അതോ ഈ ഒരു എന്താ പറയുക ഇങ്ങനെ അത് അനുഭവിച്ചിട്ട് തീഷ്ണതയിൽ നിന്ന് കടന്ന് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ലേഡിക്കാണോ? അവരിപ്പോഴും പോയി കിടക്കുന്നത് അവർക്ക് താല്പര്യമില്ലാത്ത ഒരിടത്ത് പോയി ജീവിച്ചിട്ട് അവിടെ ആ ഒരു സ്ഥലത്ത് തന്നെ കൊണ്ട് അടക്കണമെന്ന് വാശി പിടിക്കുന്ന ഭർത്താവ്, ആ ഒരു കുടുംബക്കാർ, അവിടെയും ഒരു മതത്തിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു. അതിനും അപ്പുറം ആചാരം മറ്റത് മനുഷ്യന് എന്തുവാടേ ഒരു മനുഷ്യന് സമാധാനം കൊടുക്കാത്തൊരു ആചാരം എന്തിന്? ഒരു മനുഷ്യൻ്റെ ധീരതയിൽ കൂടെ നിൽക്കാത്ത ദൈവം എന്തിന്? ഇതൊക്കെ ഞാൻ എൻ്റെ സ്വന്തം ആയിട്ടുള്ള ആത്മവിമർശനങ്ങളാണ്. നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം വിഷമമുണ്ട്. 2 പൊടി കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി ഒരു സ്ത്രീ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മരണപ്പെട്ടു പോയി. അവർ ജീവിച്ചിരിക്കാത്ത ഒരു കണക്കിന് ഭാഗ്യമായിരുന്നു. കാരണം നമുക്ക് ആർക്കും ഇത് അറിഞ്ഞു പോകില്ലായിരുന്നു. അറിഞ്ഞാൽ പോലും അവരന്ന് നേരെ ഒരു വീഡിയോ ആയിട്ടോ വല്ലതും വന്നിരുന്നെങ്കിൽ അന്ന് വിമർശിക്കുമായിരുന്നു. നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറയാൻ നിൽക്കുന്നത്? പാവപ്പെട്ട അച്ഛനെക്കുറിച്ച് മോശം പറയുന്നില്ല എന്നൊക്കെ പറയും അല്ലേ? ആ സ്ത്രീ അന്ന് ജീവിച്ചിരുന്നപ്പോൾ ഇതെല്ലാം വന്നൊരു ലൈവിലോ അല്ല വീഡിയോ ആയിട്ട് ഇറക്കിയിട്ട് നോക്കണമായിരുന്നു, കാണണമായിരുന്നു. എനിക്ക് ഉടനെ തന്നെ വിശ്വാസികളെല്ലാം നേരെ ആ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊന്നേനെ അതിന് മുമ്പ്. സോ നിങ്ങളും തിങ്ക് ചെയ്യുക. തുടക്കത്തിൽ ഞാനൊരു കാര്യം ചോദിച്ചിരുന്നു. ഞാൻ സംസാരിച്ച പല ആൾക്കാരും പറഞ്ഞത് ഈ കോട്ടയം ഭാഗത്ത് ജാതി മതഭേദമന്യേ പലർക്കും
അവിടെ ആൺകുട്ടികൾ ജനിക്കുന്നെങ്കിൽ ആൺകുട്ടികൾക്ക് എല്ലാതരം സംവിധാനങ്ങളും എല്ലാം ഒരുക്കി കൊടുക്കുകയും സ്ത്രീകളെ അടക്കി ഒതുക്കി വളർത്തുകയും, എന്നാൽ സ്ത്രീകൾക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെ സത്യം പറഞ്ഞാൽ സ്വന്തം വീടുകളിലും ചെന്ന് കയറുന്ന വീടുകളിലും സ്ത്രീ ഒരു ഏതാണ്ടൊരു അടിമ വസ്തുവായിട്ട് മാറുന്നു എന്നുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് ഞാൻ കേട്ടു. ഇത് ഞാൻ ജനറലൈസ് ചെയ്തത് ആ നാടിനെ കുറ്റപ്പെടുത്തുന്നതേ അല്ല, ഞാൻ സംസാരിച്ച കാര്യം, ആണും പെണ്ണും ഭേദമന്യേ എന്നോട് പറഞ്ഞ കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ താഴെ രേഖപ്പെടുത്തുക. എന്തായിരുന്നാലും ഷൈനി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്കും അവരുടെ 2 പെൺമക്കളുടെ ആത്മാവിനും 3 പേർക്കും എന്താ പറയുക, നിത്യശാന്തി ലഭിക്കട്ടെ. ബൈ.